ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും കർത്താവിൻ്റെ നാമത്തിൽ ഒരു എപ്പിസോഡ് കൂടെ ചെയ്യുവാൻ ദൈവം അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി എവിടെയായി പരിപാലിച്ചതുകൊണ്ട് പിന്നെയും സ്തോത്രം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്യുന്നു. സമകാലിക സംഭവങ്ങളും ചിലത് ചർച്ച ചെയ്യേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. പൊതുജനങ്ങളുടെ ഇടയിൽ നടക്കുന്നതായ സംഭവങ്ങൾ നമ്മൾ വാസ്തവമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. ഈ എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾ സമൂഹത്തിൻ്റെ മധ്യേ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നതായ ഭാരപ്പെട്ട വിഷയങ്ങൾ എല്ലാവരും അറിയേണ്ടത് ആവശ്യമാണ്. നാം പ്രാർത്ഥിച്ച് ഈ വിഷയത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പാതാരവൃന്ദങ്ങളെ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ സദാ കാക്കപ്പെടും എന്ന് തിരുവചനം പഠിപ്പിക്കുന്നല്ലോ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ വിഷയവും സമക്ഷത്ത് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പൊതുജന മധ്യേ അത് അറിയിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശുനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. വീണ്ടും ഇന്ത്യയിൽ മതം മാറ്റം എന്ന വിഷയം പൊന്തി വരികയാണ്. ഒരു മതനിരപേക്ഷതയുള്ള രാജ്യത്ത് ഏത് മതം സ്വീകരിക്കുവാനും ഏത് മതം പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യം നിയമപ്രകാരം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാലും അപ്പോഴപ്പോഴായിട്ട് ഇന്ത്യയിൽ ആളുകൾ മതത്തിൻ്റെ പേരിലും പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. മതം മാറ്റാൻ ആർക്കും കഴിയില്ല. മതം മാറാറുമില്ല. മനസ്സുകളാണ് ചിലപ്പോഴൊക്കെ മാറുന്നത്. അത് മതമാറ്റമായി മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നു. ഒരുതരം മനം മാറുന്നത് കൊണ്ട് എത്രയോ വിഷയങ്ങൾ മാറുന്നു. ചെറുപ്പകാലങ്ങളിലുള്ളതായ വിശ്വാസ സംഹിതകളും നല്ല പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നത്, ഒരുപക്ഷെ ബാല്യകാലത്തുണ്ടാകുന്ന കാര്യങ്ങളല്ല യൗവനകാലത്തും വാർദ്ധക്യകാലത്തും ഒക്കെ ഉണ്ടാകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, അതെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അറിവ് വരുമ്പോൾ നമ്മൾ പലതും മാറുകയും മാറ്റുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമ്മളെ അത് മാറ്റിക്കളയും. അതുകൊണ്ട് മതം മാറുന്നതല്ല വിഷയം, മനസ്സ് മാറുന്നത് തന്നെയാണ്. അതിന് ഒരു കടിഞ്ഞാണിടുവാനായിട്ട് കഴിയില്ല. ഒരുത്തൻ്റെ ചിന്താഗതികൾ ഇപ്പോൾ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു. പണ്ട് ഇവിടെ കോൺഗ്രസ്സുകാരാണ് അധികം ഉണ്ടായിരുന്നത്. 3-2 MP ചേർന്ന്
ഇന്ത്യ ഭരിക്കുവാനിടയായിത്തീർന്നു. ഇന്നങ്ങനെ അല്ല, അത് മാറിപ്പോയി. ഇത് മനുഷ്യൻ്റെ മനംമാറ്റത്തിന് കാരണമാണ്. അവരെ ആരെയും തൂക്കിക്കൊല്ലാനോ കോടതി കയറ്റാനോ ആരും പോകാറില്ല. ഇപ്പോഴും മനസ്സ് മാറി ഓരോ പാർട്ടി മറ്റു പുതിയ പുതിയ പാർട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് കോടതിയിൽ പോകാൻ ആരുമില്ലേ? ഇപ്പോൾ മധ്യപ്രദേശിൽ മോഹൻ യാദവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി മതം മാറ്റ നിരോധനവും കൊണ്ടുവന്നിരിക്കുന്നതിന് മുമ്പും പലരും കൊണ്ടുവന്നിട്ടുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നാൽ പലപ്പോഴും അത് മണ്ടത്തമായി പോയി എന്ന് അവർ തന്നെ ചിന്തിക്കാറുണ്ട്. ഇതും അങ്ങനെ തന്നെ വരും. എങ്കിലും യു പിയിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും ചില മത തീവ്രവാദികൾ മറ്റുള്ളവരാരും ജീവിക്കാൻ പാടില്ല, അവർക്ക് മാത്രം ജീവിക്കാൻ അവകാശമുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ കാര്യങ്ങളെ നീക്കുന്നത് നാം കാണുന്നു. വാസ്തവത്തിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ സതിയും പിന്നെ കുംഭമേളയിൽ കണ്ടതുപോലെ അർത്ഥനഗ്നരായി അല്ലെങ്കിൽ പൂർണ്ണനഗ്നരായി നടക്കുന്ന ആളുകളുടേതായ പാരമ്പര്യം വെളിയിൽ പറയാൻ പോലും കഴിയാത്തതാണെന്നും അറിയാം. അപ്പോൾ അതിൽ മനം നൊന്ത് മനുഷ്യൻ യഥാർത്ഥത്തിലേക്കും സത്യത്തിലേക്കും പോകുമ്പോൾ അത് മതം മാറ്റ നിയമപ്രകാരം അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ അഭിപ്രായമാണ്. ഈ അന്യായങ്ങൾക്കെതിരെ എന്നും ഇന്ത്യക്കാർ പോരാടിയിട്ടുണ്ട് ഒരു വിഭാഗം. അത് ഒരു നല്ല കാര്യമായും നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ സാമൂഹിക വിപത്തിനെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഇവിടെ ക്രിസ്തീയ മിഷണറിമാർ വന്ന് വിദ്യാഭ്യാസം കൊടുത്തത് തെറ്റായിപ്പോയത് ആണോ? മിഷണറിമാർ വന്ന് ഭക്ഷണം കൊടുത്തത് തെറ്റായിപ്പോയെന്ന് തോന്നുന്ന ആളുകളുണ്ടോ? മിഷണറിമാർ വന്ന് ആതുര സേവനത്തിന് വേണ്ടി ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചത് തെറ്റായിപ്പോയി എന്ന് ഏതെങ്കിലും മണ്ടന്മാർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അത് നീചന്മാർക്ക് മാത്രമേ ചിന്തിക്കുവാനും പറയുവാനും കഴിയുള്ളൂ. നല്ലൊരു വിഭാഗം ഹൈന്ദവ സഹോദരങ്ങളും അനീതിക്കെതിരെ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുള്ളത് സത്യവും നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ കാട്ടാളത്വത്തിൽ നിന്നും BJP മുഖ്യമന്ത്രിയെ പിന്മാറണമെന്നുള്ളതാണ് പറയുന്നത്. ആദിത്യനാഥ് യോഗി ഒരുപക്ഷെ ഭരണം നഷ്ടപ്പെട്ടാൽ ഇദ്ദേഹം ജയിൽവാസം തന്നെ അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലാത്ത നിലയിലാണ് നിയമം കയ്യിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കാലം തെളിയിക്കും, സംശയമില്ല. ഇത് നിയമപ്രശ്നമാണ്. ആർക്കും ആരുടെ മതം സ്വീകരിക്കുന്നതിനോ അത് സ്വീകരിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ പഠിപ്പിക്കുന്നതിനോ ഒക്കെ അവകാശം ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ അതിനെ വ്യാഖ്യാനം ചെയ്ത് അത് മതത്തിൻ്റെ പേരിൽ കൊണ്ട് തെറ്റാണെന്ന് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ മധ്യപ്രദേശിൽ അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നറിയുന്നത്
പ്രായം തികയാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതിന് തുല്യമാണ് ഒരാൾ മനം മാറി മറ്റൊരു മതത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ പിന്നെ പാർട്ടി മാറുന്നതും അങ്ങനെയാണല്ലോ, മനം മാറി വരുന്നു. അവരെയും ഈ കേസിലൊക്കെ പെടുത്തേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇന്നും ജാതിയുടെയും മതത്തിൻ്റെയും പറഞ്ഞ് ബീഹാറിലും മറ്റു സംസ്ഥാനങ്ങളിലും എന്താണ് സംഭവിക്കുന്നത്? അവരെ അടിമകളെ പോലെയല്ലേ ഇന്നും കരുതുന്നത് ഈ മേൽജാതിക്കാരെന്ന് പറയുന്നവര്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്കുണ്ടായിരിക്കുന്ന കോടാനുകോടി രൂപ പല സ്ഥലങ്ങളിലായിട്ട് ക്ഷേത്രങ്ങളായിട്ട് കെട്ടിക്കിടക്കുമ്പോൾ അതെടുത്ത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് തന്നെ സ്കൂളുകളോ ആതുര സ്ഥാപനങ്ങളോ വയ്ക്കുന്നില്ല? ഇത് അവരവർ അത് ചിന്തിച്ചിരുന്നെങ്കിൽ കൊള്ളാം ആയിരുന്നു. ഇത് അഡ്വക്കേറ്റ്സുമാർ, നമ്മുടെ ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ടവരെങ്കിലും ചിന്തിച്ച് ഈ സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസിനെ 75 വർഷമായി കിടക്കുന്ന കേസാണ് ഈ വിഷയം. അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ ഇതുവരെ ഉണ്ടായ സർക്കാരുകൾക്കോ നിയമവാഴ്ചകൾക്കോ കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മണിപ്പൂർ കത്തിയപ്പോൾ ടൂറ് നടത്തുന്നതായ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. പണ്ട് റോം കത്തിയപ്പോഴും ഇത് തന്നെയാണ് ചെയ്തത്. അദ്ദേഹം വീണ വായിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ മനുഷ്യത്വമില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിന്ന് ആയിരിക്കുന്നത്. കോൺഗ്രസ്സുകാരെങ്കിലും പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരം. കുറേയൊക്കെ പ്രതികരിക്കുന്നുണ്ട്. എല്ലാം പരിമിതികളിലൂടെ അവരവരുടെ നിലനിൽപ്പ് കൂടെ നോക്കിയല്ലേ അവരവ മുന്നോട്ട് പോവുകയുള്ളൂ. ഓരോ നിയമസഭയിലും MLA ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നെങ്കിൽ, പാർലമെൻറ്റിൽ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട MP ഈ ദുസ്ഥിതിക്ക് മാറ്റം വരുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പുറത്തു വരുവാൻ കഴിയാതെ റിസർവേഷൻ്റെ ഒരു വലയിൽപ്പെടുത്തി കുരുക്കിയിട്ടിരിക്കുന്നു എന്നുള്ളത് ഈ റിസർവേഷൻ ചോദ്യം ചെയ്തിട്ട് 75 വർഷമായെങ്കിലും ഒരു പരിഹാരം ഒരു ഗവൺമെൻറ്റിനോ കോടതിക്കോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുഴുവൻ ജനത്തിൻ്റെയും, ഒന്നുകിൽ വേണ്ട അല്ലെങ്കിൽ വേണം, ജനത്തിൻ്റെയും പ്രശ്നമാണ്. പിന്നെ UP-യിലും മധ്യപ്രദേശിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ബീഹാറിലുമൊക്കെ ഇതിപ്പോൾ മാറി വരുന്നുണ്ട്. കാരണം മനുഷ്യൻ സത്യം മനസ്സിലാക്കുമ്പോൾ സത്യം അവനെ സ്വതന്ത്രരാക്കുക തന്നെ ചെയ്യും. അതിന് താമസിക്കുമെന്നുള്ളതാണ്. സത്യം ഒരു ദിവസം പുറത്തു വരും, പക്ഷെ അതിന് താമസം ഉണ്ടാകും. താമസിച്ചാലും ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അധികമായിട്ടത് പറയുവാനായിട്ട് എല്ലാ സഹോദരങ്ങൾക്കും അറിവുള്ളതാണ്. ഈ നിലയിൽ ഒരു പരിഹാരം നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യയിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സത്യത്തെ മറ്റുള്ളവരോടും പറയുവാൻ, നല്ലത് ചെയ്യുവാൻ, ഒരുപക്ഷെ ക്രിസ്തീയ സഹോദരങ്ങൾ കാണിക്കുന്നതായ ചാരിറ്റി പ്രവർത്തനത്തെ മറ്റൊരു നിലയിൽ ചോദ്യം ചെയ്യുന്നതാണല്ലോ ഇതിൻ്റെ പിന്നിലുള്ളതായ ചേതോപകാരം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നു,
അത് ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യുന്നു. ആ ചേതോപകാരം തന്നെ ഒരു ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആമേൻ.